ഞാൻ 154 ഗ്രാമസഭകളിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. ആർക്ക് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കാവുന്നതെന്ന് അറിയാമോ? പഞ്ചായത്ത് പ്രസിഡന്റ്, അയാളുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ്, 2 പേരും ഇല്ലെങ്കിൽ കൺവീനർ, വാർഡ് മെമ്പർ. ഈ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പറാണ്. അപ്പോൾ അങ്ങനെയാണ് ഗ്രാമസഭ കൂടേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നത് മറ്റെല്ലാ കാര്യത്തെക്കാളും നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഗ്രാമസഭയ്ക്കാണ്. ഗ്രാമസഭ എന്താണ്? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് എന്ന് പറയാം. ജനങ്ങളുടെ കയ്യിൽ അധികാരം കൊടുക്കുന്ന ജോലിയാണ് അവിടെ ഉള്ളത്. പക്ഷേ ആ ഗ്രാമസഭയിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഗുണഭോക്താക്കളെ തീരുമാനിക്കാനുള്ള അധികാരം ഗ്രാമസഭയ്ക്കാണ്. അതിൻ്റെ മുൻഗണനാക്രമം തീരുമാനിക്കാനുള്ള അധികാരം ഗ്രാമസഭയ്ക്കാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു ചിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, സാറേ എനിക്കൊരു വീട് തരുമോ എന്ന് ചോദിക്കും. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമാണ്, നമ്മൾ ഈ രാജാധികാരത്തിന് കീഴ്പ്പെട്ട് ആരെങ്കിലും നമുക്ക് ഈ ഔദാര്യം തരേണ്ടതാണ് ഈ വികസന നേട്ടങ്ങളെല്ലാം എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറുടെ കാല് പിടിച്ചോ പഞ്ചായത്ത് പ്രസിഡൻ്റെ കാല് പിടിച്ചോ അത് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം നമ്മളെന്താ ഈ വീടിന് അപേക്ഷ ക്ഷണിക്കുകയാണ്. അപേക്ഷ ക്ഷണിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, അപേക്ഷ 2 തരത്തിലുണ്ട്. അതിൻ്റെ അകത്ത് അർഹതാ മാനദണ്ഡം, മുൻഗണനാ മാനദണ്ഡം, ഇങ്ങനെ 2 രീതിയിലുണ്ട്. നമ്മൾ സാധാരണയായിട്ട് മാർക്ക് കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ നമ്മുടെ പരാതി. അർഹതാ മാനദണ്ഡം എന്താണ്? ആർക്കാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്? വീടിന് അപേക്ഷിക്കുന്നതിൽ വീടില്ലാത്തവന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ പറയാറില്ലേ, നല്ല വീടുള്ള അവനും വീടിൻ്റെ ലിസ്റ്റ് പേര് വന്നു. അതെന്തുകൊണ്ടാണ്? വാസയോഗ്യമായ വീടില്ലാത്തതിന് മാത്രമേ അത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനി വീടിന് അപേക്ഷിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്, BPL-കാരന് മാത്രം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. വ്യക്തിഗത ആനുകൂല്യങ്ങൾ മിക്കതും അങ്ങനെയാണ്. അപ്പം അർഹതാ മാനദണ്ഡം 1, ആ അർഹതയുള്ളവർ വെക്കുന്നു. അർഹതയുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്, 100 പേരുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ, 10 പേർക്കോ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ മുൻഗണനാ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. ആ മുൻഗണനാ മാനദണ്ഡം ഈ അർഹതയുള്ളവരിൽ ഒന്നാമത്തെ ആൾ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ട. അപ്പോൾ ചിലപ്പോൾ അത് വിധവയായ ആൾക്കാർക്ക് നമ്മളൊരു മാർക്ക് കൊടുക്കും, വികലാംഗനാണെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്ക് കൊടുക്കും, അവൻ്റെ മറ്റ് സാമ്പത്തിക പരാധീനതകൾക്കൊക്കെ മാർക്ക് കൊടുത്ത് അത് നമുക്ക് നിശ്ചയിക്കാം. ആ നിശ്ചയിച്ച് നമ്മൾ ആ പദ്ധതി രേഖയിൽ കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിട്ടിട്ട് കൃത്യമായി ഇത് ആർക്കാ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാ? ഗ്രാമസഭയാണ്. അത് ഇപ്പോഴും നമ്മൾ അംഗീകരിക്കാത്ത ഇതാണ്. അവർ പഞ്ചായത്ത് വീട് കൊടുത്ത് അർഹതയില്ലാത്തവർ കൊടുത്തു എന്നാണ് നിങ്ങൾ പരാതിപ്പെടുന്നത്. നിങ്ങളോട് തീരുമാനിച്ചോളാനാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഈ മുൻഗണനാക്രമം വെച്ച് കഴിഞ്ഞാൽ ആ മുൻഗണനാക്രമത്തിൽ ഒരുത്തിന് അർഹതയില്ലാത്തവർ കയറി കൂടിയെന്ന് വെച്ചു, എങ്ങനെയല്ല അബദ്ധത്തിൽപ്പെട്ടു. അതുപോലും തിരുത്താൻ പഞ്ചായത്തിന് അധികാരമില്ല. പഞ്ചായത്ത് അങ്ങനെ കണ്ടെത്തിയാൽ ആ കാര്യം ഗ്രാമസഭയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഗ്രാമസഭയ്ക്ക് മാത്രമേ ഗ്രാമസഭ ഉണ്ടാക്കിയ ലിസ്റ്റിൽ തിരുത്തൽ വരുത്താൻ പോലും അധികാരമുള്ളൂ. അങ്ങനെ വളരെ കൃത്യമായി നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അർഹതയുള്ളവന് മാത്രം നിങ്ങളുടെ പഞ്ചായത്തിലെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. എന്താ കാര്യം? നിങ്ങൾ അർഹതയുള്ളത് മാത്രമേ ആനുകൂല്യങ്ങൾ മേടിക്കുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുകയും ഞാൻ ഗ്രാമസഭയിൽ പോകും, എൻ്റെ വാർഡിൽ ആർക്കൊക്കെ കൊടുക്കണമെന്ന്, അർഹതയുള്ളവനാണ് കൊടുക്കുന്നതെന്ന് ഞാനിവിടെ നോക്കുമെന്ന് നിങ്ങൾ ഒരാൾ തീരുമാനിച്ചാൽ ആ ഗ്രാമസഭയുടെ സ്വഭാവം മാറും. പക്ഷെ നമ്മളിപ്പോൾ എന്നാ പറയുന്നത്, അത് തൊഴിലുറപ്പുകാർക്കും എന്നാ കുടുംബശ്രീ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കുറ്റം പറയാനും വീതം വെക്കാനും പട്ടിയും പൂച്ചയും വിതരണം ചെയ്യുന്ന പരിപാടിയാണ് എന്നൊക്കെ നമ്മൾ ഗ്രാമസഭയെ അങ്ങ് ആക്ഷേപിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുക. നിങ്ങൾ വലിയ പൗരപ്രമുഖനും നിങ്ങൾ നാട്ടിൽ അറിയപ്പെടുന്നവനുമാണെങ്കിൽ നിങ്ങളല്ലേ ആ ഗ്രാമസഭ പോയി നിയമപരമായി നടത്താൻ വേണ്ടി ശ്രമിക്കേണ്ടിയിരുന്നു നിങ്ങളല്ലേ. നിങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ ആരാ വരുന്നത്? അത്ര അർഹതയില്ലാത്ത, കഴിവില്ലാത്ത, അത്ര വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ ആ ഗ്രാമസഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ നിലവാരം താഴ്ന്നു പോയതിൻ്റെ ഉത്തരവാദി നിങ്ങളുടെ ആ വാർഡിലുള്ള നിലവാരമുള്ള മനുഷ്യരെന്ന് പറയുന്ന നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴോ ഗ്രാമസഭകൾ മാറാൻ ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ പദ്ധതി രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, പദ്ധതികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഗ്രാമസഭയിലുള്ള നിർദ്ദേശങ്ങൾ വെച്ചാണ് പദ്ധതികൾ ഉണ്ടാവുന്നത്. ഈ ഗ്രാമസഭ സാധാരണയായി വർഷത്തിൽ 4 പ്രാവശ്യം കൂടും. ഓരോ 3 മാസം കൂടുമ്പോഴും ഗ്രാമസഭ കൂടും. നമ്മുടെ എല്ലാവരുടെയും വിചാരം എല്ലാ ഗ്രാമസഭയും ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനാണ്. അല്ല. സാധാരണ ആദ്യത്തെ ഗ്രാമസഭ കൂടുന്നത് പദ്ധതി ആസൂത്രണത്തിന് വേണ്ട, ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഗ്രാമസഭ അതിൻ്റെ അകത്ത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെങ്കിൽ ഗുണഭോക്താക്കളെ നിശ്ചയിക്കാൻ വേണ്ടി കൂടും. മൂന്നാമത്തെ ഗ്രാമസഭ അതിൻ്റെ ഈ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്, അതായത് പദ്ധതികൾ എവിടം വരെയായി, അംഗീകാരം വാങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി. നാലാമതൊരു ഗ്രാമസഭയിൽ വളരെ ഗൗരവമായി നടക്കേണ്ട ഒരു കാര്യം നടക്കുന്നില്ല. അത് വിലയിരുത്തൽ ഗ്രാമസഭയാണ്, സോഷ്യൽ ഓഡിറ്റ്.
പഞ്ചായത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടി പഞ്ചായത്ത് കുറേ ഓഡിറ്റ് നടക്കുന്നുണ്ട്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, AGയുടെ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഓഡിറ്റുകളുണ്ട്. ഈ ഓഡിറ്റുകൾക്കൊക്കെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഗ്രാമസഭയിൽ വെക്കണമെന്ന് നിയമമുണ്ട്. നിങ്ങൾ ഒരാളെയും അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഗ്രാമസഭയിൽ ഇത് വെച്ചിട്ടുമില്ല. എന്താ, നിങ്ങൾ ഒരാൾ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നു. ഈ അവസാനം പ്രസിദ്ധീകരിച്ച ചിലപ്പോൾ ഇതിന് സമയം വൈകും. പക്ഷെ നിങ്ങൾ പറയാണ് അവസാനം പ്രസിദ്ധീകരിച്ച ഗ്രാമസഭ റിപ്പോർട്ട് ഇന്ന ദിവസത്തെ ഗ്രാമസഭയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു കത്ത് കൊടുത്തേ അവിടെ ഉണ്ടാവും. അങ്ങനെ അത് മാത്രമല്ല, അവിടുത്തെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വർഷം ചിലവാക്കിയ തുകയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര പണം ഈ വർഷം കിട്ടിയായിരുന്നു, എത്ര ചിലവാക്കി, എത്ര ലാപ്സായി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അത് തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഗ്രാമസഭയെ തരും. മറ്റേ വിവരാവകാശ നിയമപ്രകാരം തരണമെങ്കിൽ 30 ദിവസം കഴിയട്ടെന്ന് പറയാം. ഗ്രാമസഭയ്ക്കാണെങ്കിൽ നിങ്ങളിത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തരേണ്ടി വരും. ഇനി ചിലപ്പം ഇത് കുറേ കാലമായി പഴകിപ്പോയവനെ നന്നാക്കാൻ വേണ്ടി പാടായതുകൊണ്ട് ചിലപ്പോൾ അവരെ എതിർത്ത് നിന്നെന്ന് വരും. പക്ഷേ നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമസഭയിൽ ഈ രേഖകൾ വെക്കേണ്ടി തന്നെ വരും. അത് വെക്കുക എന്നുള്ളത് ജനാധിപത്യപരമായി ജനങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പം ഗ്രാമസഭയെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. വെറും പിള്ളകളെയല്ല, അത് ഗൗരവമുള്ള ഒരു ഭരണഘടനാ വേദി തന്നെയാണ്. ഇനി ഗ്രാമസഭ നിങ്ങൾക്ക് വിളിച്ചു കൂട്ടാം, അതറിയാമോ? നിങ്ങൾ പറയുന്ന പഞ്ചായത്ത് വിളിച്ചു കൂട്ടുന്ന ഗ്രാമസഭയിൽ നിങ്ങൾ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് വിളിച്ചു കൂട്ടാം. അതായത് നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഒരു ഗൗരവമുള്ളൊരു പ്രശ്നം ചർച്ച ചെയ്യണം. നിങ്ങൾ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല, അടുത്ത ഗ്രാമസഭയിൽ പറയാം എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ 10% അംഗങ്ങൾ ഒപ്പിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 ഗ്രാമസഭയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെന്ന് നിയമത്തിൽ പറയുന്നു. അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് കൊടുത്ത് ഗ്രാമസഭ വിളിക്കാൻ വേണ്ടി കൺവീനറെ ചുമതലപ്പെടുത്തും. അങ്ങനെ ഗ്രാമസഭ വിളിക്കണം. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൗരനും ഗ്രാമസഭ വിളിച്ചു കൂട്ടാൻ കഴിയും എന്നുള്ള മറ്റൊരു കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് ആകെപ്പാടെ ഒരു വ്യവസ്ഥയുള്ള ഇതാണ്. 2 ഗ്രാമസഭകൾക്കിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമേ വിളിച്ചു കൂട്ടാൻ പറഞ്ഞിട്ടുള്ളൂ. 2 ഗ്രാമസഭ കാലയളവിന് ഇടയിൽ നമുക്ക് അതുമാത്രമല്ല, ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം ഗ്രാമസഭ. അതിനെയാണ് സ്പെഷ്യൽ ഗ്രാമസഭ അല്ലെ പ്രത്യേക ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ വർഷത്തിൽ 4 തവണ ഗ്രാമസഭ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു കാര്യം, തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അയോഗ്യനാക്കപ്പെടാൻ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, അഴിമതി കേസിലൊക്കെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയോഗ്യനാകുന്ന കാര്യം അറിയാം അല്ലേ? 3 പ്രാവശ്യം ഗ്രാമസഭ തുടർച്ചയായി വിളിച്ചു കൂട്ടുന്നതിൽ പരാജയപ്പെട്ടാൽ പഞ്ചായത്ത് മെമ്പർ അയോഗ്യനാവും. അപ്പോൾ ഗ്രാമസഭ നിസ്സാര കാര്യമല്ല എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെടുക. പഞ്ചായത്ത് മെമ്പർ അയോഗ്യനാകുന്ന ഒരു കാര്യം, ഈ 2 സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു പഞ്ചായത്ത് മെമ്പറെ അയോഗ്യനാക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയോഗ്യനാക്കാം, അതല്ലെങ്കിൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതിന് വീഴ്ച വരുത്തി കഴിഞ്ഞാലും അയാളെ അയോഗ്യനാക്കാം. അപ്പോൾ ഗ്രാമസഭയുടെ പ്രാധാന്യം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടല്ലോ. ഏത് സർക്കാർ ഉദ്യോഗസ്ഥരെ പഞ്ചായത്തുകൾക്ക് വിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിലയിരുത്താനും അയാളെ ഗ്രാമസഭയിൽ വിളിക്കാനും ഗ്രാമസഭയ്ക്ക് അവകാശമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൃഷി ഓഫീസർ അല്ലെ എഞ്ചിനീയർ ഗ്രാമസഭയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ വരണമെന്ന് ആ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്നാണ് ഈ സാറുമാരെ ഭയപ്പെടുന്ന ആൾക്കാരാണ് അവരെല്ലാം സാറുമാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശമ്പളം കൊടുക്കുന്നതാണ്, നമ്മൾ നിയമിച്ചിരിക്കുന്നതാണ്, നമുക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണ്, സർക്കാർ സേവകരെന്ന് അവർക്കൊരു പേരുണ്ട് അല്ലേ? പക്ഷേ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ കീഴിൽ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ പൗരന്മാർ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അത് രാജാധികാരത്തിൻ്റെ ഒരു ഭാവമാണ്. രാജാധികാരം ഉണ്ടായിരുന്ന കാലത്ത് ഈ ജനങ്ങളെല്ലാം പൗരന്മാരെല്ലാം ഒരു അടിമ യാചനാ രൂപത്തിലാണ് നിൽക്കുന്നത് അല്ലേ? നമ്മൾ അടിയനെന്ന് വിളിച്ച് അല്ലെ തമ്പ്രാനെന്ന് വിളിച്ച് എന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ തലമുറകൾ കഴിഞ്ഞെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു ചിന്തയെ നമുക്കില്ല. ഉദ്യോഗസ്ഥന്മാർ നമ്മളെ നിയന്ത്രിക്കും എന്ന എല്ലാ ചിന്ത നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് തന്നെ. അപ്പോൾ ഈ മാറ്റം യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മാറ്റമായിരുന്നു ഈ 1993 ഭരണഘടനാ ഭേദഗതിയിലൂടെ ലക്ഷ്യം വെച്ചത്. ആ നേട്ടം പൂർണ്ണമായും ഉണ്ടാവാത്തതിൻ്റെ കാരണം അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായ വിവരം സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായി ഞങ്ങൾക്കത് അറിയാം എന്ന് പറയുന്നു. നിങ്ങൾ ചെന്ന് ചോദിച്ചേ നിങ്ങളുടെ ആ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരോട് എന്ന ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതിനപ്പുറത്ത് അവർക്കൊരു കാര്യമില്ല.
അവർ ഗ്രാമസഭയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് സാധാരണ ജനങ്ങൾ. അപ്പോൾ അവർ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിമാന്മാരായ കുറച്ച് ആൾക്കാർ ഈ 140 കോടി ജനങ്ങളെ അടിമകളാക്കി വെച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ജനാധിപത്യ ഭരണം എന്ന് വിളിക്കുന്നത്. അത് ജനാധിപത്യമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമ്മൾ തിരിച്ചറിയണം.